എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് ഇഞ്ചിക്കറി എങ്ങനെ വെക്കാമെന്ന്, അതായത് പുളി ഇഞ്ചിക്കറി എങ്ങനെ വെക്കാമെന്ന്. അതിനായിട്ട് ഞാനിവിടെ 250 ഗ്രാം ഇഞ്ചി എടുത്തിട്ടുണ്ട്. അത് കഴുകി വൃത്തിയാക്കി തൊലിയൊക്കെ ചിരണ്ടി കളഞ്ഞ് നമുക്ക് അരിഞ്ഞെടുക്കാം. ഞാനിവിടെ വട്ടത്തിലാണ് അരിഞ്ഞെടുക്കുന്നത്. ഇത് നമുക്ക് കുനുകുനാന്ന് അരിഞ്ഞെടുക്കാം. അപ്പൊ കുനുകുനാന്ന് അരിയപ്പോൾ ഇച്ചിരി താമസമായിരിക്കും, അതുകൊണ്ടാണ് എളുപ്പത്തിന് വേണ്ടിയാണ് വട്ടത്തിൽ അരിയുന്നത്. സദ്യയിൽ കേമൻ ഇഞ്ചിക്കറി എന്ന് പറയുന്ന പോലെ തന്നെ ഞങ്ങളുടെ വീട്ടിൽ ആഴ്ച 2 പ്രാവശ്യമെങ്കിലും ഇഞ്ചിക്കറി വെക്കും. ചേട്ടായിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇഞ്ചിക്കറി. ചോറിൻ്റെ കൂടെ ഇഞ്ചിക്കറി ഉണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നും വേണ്ടെന്ന് പറഞ്ഞ പോലാണ്. അപ്പൊ നമുക്കിത് നല്ലപോലെ അരിഞ്ഞെടുത്തിട്ട് വരാം. ഇഞ്ചി അരിഞ്ഞ് വറുത്തെടുക്കുന്നത് വരെ ചെറിയൊരു കഷ്ടപ്പാടുള്ളൂ. അത് ഇനി പിന്നെ എളുപ്പമാണ് ഇഞ്ചിക്കറി വെക്കാൻ. അപ്പം ഇത്രയും അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ച് ഇഞ്ചി മൂപ്പിച്ച് വരാം. ഇഞ്ചി ആദ്യം എണ്ണ ഒഴിക്കണ്ട, കാരണം ഇച്ചിരി വെള്ളം വറ്റട്ടെ ഇഞ്ചിയിൽ. അപ്പം ഒത്തിരി എണ്ണ വരത്തില്ല. അപ്പൊ നമുക്ക് ഇഞ്ചി ചെറുതായി ഒന്ന് ചൂടാക്കി എടുത്തിട്ട് അത് കഴിഞ്ഞിട്ട് അതിലോട്ട് നമുക്ക് എണ്ണ ഒഴിക്കാം. ഇഞ്ചി മൂത്ത് വരട്ടെ. ഇനി അടി പിടിക്കാതെ ഇളക്കി കൊടുക്കണേ. ഇപ്പൊ വെള്ളം വറ്റിയിട്ടുണ്ട്. നമുക്ക് ഇതിലൊരു വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അത്യാവശ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്കിത് മൂപ്പിച്ചെടുക്കാം. നല്ലപോലെ ഇളക്കി കൊടുക്കണം, അടിയൊക്കെ പിടിക്കാതെ. നമുക്കങ്ങനെ മൂത്ത് വരാം. ഇഞ്ചി നല്ലപോലെ ഒരേ പരുവത്തിൽ എല്ലാ ഇഞ്ചിയും നല്ലപോലെ മൂത്ത് വരണം കരയ്ക്ക്. അപ്പോൾ ആ ഒരു കളറൊക്കെ കിട്ടുള്ളൂ. നമുക്ക് പോരാത്തിന് ഇടയ്ക്ക് ഇങ്ങനെ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഫുള്ളായിട്ട് ഒത്തിരി എണ്ണ ഒഴിച്ച് വറുക്കുകയും ചെയ്യാം, കുറച്ചായിട്ട് ഇങ്ങനെ ഒഴിച്ച് കൊടുത്ത് വറുത്തെടുക്കുകയും ചെയ്യാം. ഇപ്പോൾ മൂത്ത് വരുന്നുണ്ട് ഇഞ്ചി. നല്ലപോലെ ഇളക്കി കൊടുക്കാം ഹൈ ഫ്ലെയിമിൽ. ഇപ്പോൾ കളർ മാറി ഇങ്ങനെ വരുന്നുണ്ട്. ഇപ്പം നല്ല പരുവത്തിന് ആയി വരുന്നുണ്ട്. നമുക്ക് നല്ലപോലെ ഇളക്കി കൊടുക്കാം. ഇഞ്ചി മൂത്തു. നമുക്ക് ഇനി ഇത് മാറ്റി ഒരു പ്ലേറ്റിലോട്ട് വെക്കാം. ഇഞ്ചി തണുപ്പാറി കഴിയുമ്പോൾ നമുക്കിത് പൊടിച്ചെടുക്കാനുള്ളതാണ്. അപ്പം എണ്ണയൊന്നുമില്ലാതെ ഇഞ്ചി മാത്രമായിട്ട് നമുക്കിത് എടുത്ത് വെക്കാം. ഈ എണ്ണ കളയണ്ട. ഈ എണ്ണയിൽ തന്നെ നമുക്ക് ഇഞ്ചി കറിയും വെക്കാം. നമുക്കിവിടെ കുറച്ചും കൂടെ ഒഴിച്ചാൽ മതി എന്നേ ഉള്ളൂ. ഇപ്പൊ അത്രയും നല്ലപോലെ കളറായിട്ടുണ്ട്. ഇതിൽ ഇടയ്ക്ക് മൂക്കാത്തുണ്ടെങ്കിൽ ഒന്ന് എടുത്ത് മൂപ്പിച്ചേക്കണേ. അപ്പൊ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു വലിയൊരു കൊട്ട പുളി വേണം. ഇത്രയും പുളി വേണം. ഇത് നമ്മൾ 1 ഗ്ലാസ് വെള്ളത്തിലാണ് കൂരാനിട്ടേക്കുന്നത്. പിന്നെ 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 2 വറ്റൽമുളക്, ഇത് കടുക് പൊട്ടിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇച്ചിരി കറിവേപ്പില. അപ്പൊ നമുക്കിനി ഇത് പൊടിച്ചു വരാം. ചൂടാറിയിട്ടുണ്ട്. മിക്സിയിലിട്ട് നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് ഇത് പൊടിച്ചെടുക്കണം. അപ്പോൾ മിക്സിയിലിട്ട് പൊടിച്ചു വരാം. നമുക്ക് മിക്സ് ചെയ്തിട്ട് 1-2 പ്രാവശ്യം പൊടിക്കണം. ഇച്ചിരിയേ ഉള്ളൂ. അപ്പം പെട്ടെന്ന് പൊടിയത്തില്ല. അപ്പം പതിയെ പൊടിഞ്ഞ് വരത്തുള്ളൂ. അപ്പം നമുക്ക് 2 പ്രാവശ്യമായിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് ഇളക്കി കൊടുത്ത് പൊടിച്ചെടുക്കാം. നല്ല ഫൈൻ പേസ്റ്റായിട്ട്. വെള്ളമൊന്നും ഒഴിക്കല്, അങ്ങനെ തന്നെ പൊടിച്ചെടുക്കാം. ഒന്നും കൂടെ പൊടിക്കണം. ഇപ്പം നന്നായിട്ട് പൊടിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇതെടുത്ത് ഇനി നമുക്ക് കടുക് പൊട്ടിക്കണം. കടുക് പൊട്ടിക്കാനായിട്ട് പഴയ ചട്ടി തന്നെ മതി. അതിലോട്ട് കുറച്ചും കൂടെ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായി വരട്ടെ. വെളിച്ചെണ്ണ ചൂടായി വരുന്നുണ്ട്. നമുക്ക് ഇതിലോട്ട് ഇനി കടുക് ഇട്ട് പൊടിച്ചെടുക്കാം. കടുക് പൊട്ടി വരുമ്പോഴത്തേക്കും 2 വറ്റൽ മുളകും 1 വണ്ട് കറിവേപ്പില ഇടാം. അപ്പോൾ ഇത് രണ്ടും കൂടെ നന്നായിട്ട് മൂത്ത് വരട്ടെ. നല്ലപോലെ ഇളക്കി കൊടുക്കാം. തീ കുറച്ച് വെക്കണേ, വറ്റൽ മുളകിൽ കരിഞ്ഞു പോകും. അപ്പം ഇളക്കി കൊടുത്ത് ഇത് മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അത് ചേർത്ത് കൊടുക്കാം. തീ കുറച്ച് വെക്കണം, നല്ല കരിഞ്ഞു പോകും. അപ്പം അത് നല്ലപോലെ മൂത്ത് വരട്ടെ. ഇതിലേക്ക് നമുക്കിനി പുളി കലക്കി വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ ആ വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പം 1 ഗ്ലാസ് വെള്ളമാണ് അതിൽ ഒഴിച്ചിരിക്കുന്നത്. 1 നെല്ലിക്ക വലുപ്പത്തിന് കഴിച്ച് കൂടെ വലിയ പുളിയാണ് നമ്മൾ കലക്കാനെടുത്തത്. അപ്പോൾ ഇത് ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ തിളച്ച് വരട്ടെ. ഇതിലേക്ക് നമ്മളിനി അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പൊക്കെ ചേർത്ത് നല്ലപോലെ തിളച്ച് വരട്ടെ. ഇത് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് ഇനി ഇതിലേക്ക് പൊടിച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇഞ്ചി ഇട്ട് നല്ലപോലെ ഇളക്കിയെടുക്കാം. ഇഞ്ചി ഇടുമ്പോൾ തന്നെ ഇതിൻ്റെ വെള്ളം അങ്ങനെ കുറുകി വരുന്ന കാണാം, ശരിക്കൊരു കുറുക്ക് പരുവത്തിൽ. അപ്പം നമുക്ക് ഇതിലേക്ക് ഇനി 2 ടീസ്പൂൺ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. അതായത് ക്ഷാരം കുറയാൻ വേണ്ടിയിട്ട്, എരിവ് കുറയാൻ വേണ്ടിയിട്ടാണ്. അല്ല, പഞ്ചസാര ഇഷ്ടമില്ലാത്തവർക്ക് കൽക്കണ്ടവോ പനം കരിപ്പെട്ടിയോ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ പഞ്ചസാര ഇട്ട് നല്ലപോലെ ഇളക്കിയെടുക്കുമ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇഞ്ചിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബും ലൈക്കും ചെയ്യണേ. താങ്ക് യു.